നമുക്കിന്ന് പെസഹ അപ്പവും പെസഹ പാലും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പെസഹ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കിലോ പച്ചരി കഴുകി വാരിയെടുത്ത് നന്നായി പൊടിച്ചെടുത്ത് വറുത്തെടുത്തതാണ് ഇത് 1/2 കിലോയാണ്. 1/2 കിലോ അരിപ്പൊടി വറുത്ത് എടുത്തതാണ് ഇത്. ഒരു ഫുള്ള് തേങ്ങ ചിരവിയത് ആണ് എടുത്തിരിക്കുന്നത്. 75 ഗ്രാം ഉഴുന്ന് വറുത്തെടുത്ത് നന്നായി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ സാദാ ജീരകം, 50 ഗ്രാം ചുമന്നുള്ളി, 10 ഗ്രാം വെളുത്തുള്ളി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ പാത്രത്തെ പുരട്ടാൻ വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പോയാലോ. വളരെ ഭക്തിപൂർവ്വമാണ് അപ്പം ഉണ്ടാക്കുന്നത്. അച്ചായനാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം നമുക്ക് ഈ 1 തേങ്ങ ചിരവിയതും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ കൂട്ടി നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തിട്ട് വൃത്തിയായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് അരയ്ക്കാൻ വേണ്ടി 1 തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുക്കാം. 1 തേങ്ങാ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്ത് അപ്പത്തിന് വേണ്ടി അരയ്ക്കാൻ വേണ്ടിയാണ് 1 തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുത്തത്. ജാറിനകത്തോട്ട് 50 ഗ്രാം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ടു. നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് 10 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. 10 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മീഡിയമായിട്ട് അരച്ചെടുത്താൽ മതി, ഭയങ്കര വെണ്ണ പോലെ അരയണ്ട. അപ്പോൾ മിക്സിക്കകത്ത് അച്ചായ അടിക്കാൻ പോയാലോ. തേങ്ങായും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ, വെണ്ണ പോലെ അരച്ചെടുക്കരുത്. മീഡിയമായിട്ടേ ഉള്ളൂ അരച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കാം. അരച്ചെടുത്തത് ആദ്യം നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് ഇടാം. മാവ് കുഴയ്ക്കാൻ വേണ്ടി ഇട്ടോ വടിച്ചങ്ങോട്ട് മൊത്തം ഇട്ടോ. തേങ്ങ അരച്ചത് വടിച്ച് മൊത്തം അങ്ങോട്ട് ഇടും. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് ഉഴുന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടുക. 75 ഗ്രാം ഉഴുന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഇതിലോട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉഴുന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അത് കാണിച്ച് തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലോട്ടാണ് ഇച്ചിരി വെള്ളം എടുത്തോട്ട് മിക്സിയുടെ ജാറിലിരിക്കുന്ന പൂർണ്ണമായിട്ട് പോരാൻ വേണ്ടിയാണ് അതും കൂടെ കൂട്ടി നമ്മൾ മാവിനകത്തോട്ട് ഒഴിക്കുന്നു. ഓക്കെ, വെള്ളം കൂടി പോരുത്, കുറേശ്ശെ ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചോ. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു. അതായത് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം മതി നമുക്കിത് കുഴഞ്ഞ് കിട്ടാൻ. നന്നായിട്ട് ഈ അപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ ആ കട്ടിയിൽ കുഴച്ചെടുക്കണം. കുറേശ്ശെ ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്കറിയാമല്ലോ, നമുക്ക് പാത്രത്തിനകത്ത് കോരി ഒഴിക്കത്തക്ക പരുവത്തി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചോ. അപ്പം നന്നായിട്ട് കുഴയുന്നതിന് വേണ്ടി അച്ചായൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. പ്രാർത്ഥിച്ച് ഭയഭക്തിയോടെയാണ് അച്ചായൻ അപ്പത്തിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അച്ചായൻ വർഷങ്ങളായിട്ട് അച്ചായൻ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ പെസക അപ്പം ഉണ്ടാക്കുന്നത്. വളരെ ഭക്തിപൂർവ്വം മാവിൻ്റെ പരുവത്തിനനുസരിച്ച് അപ്പത്തിന് പ്ലേറ്റിലോട്ട് ആക്കത്തക്ക രീതിയിൽ കുഴച്ചെടുക്കുന്നു. 1/2 ലിറ്റർ വെള്ളമാണ് അച്ചായൻ ഇതിനകത്ത് മൊത്തം എടുത്തത്. അത് കുറേശ്ശെ ആയിട്ടാണ് അച്ചായൻ ഒഴിച്ചൊഴിച്ച് അതിൻ്റെ പരുവത്തിലാക്കുന്നത്. ഇനി അച്ചായൻ ഇച്ചിരി ഉപ്പ് ഇടാൻ പോവുകയാണ്. എത്ര ഉപ്പ് വേണം? ലേശം ഉപ്പ് ചേർക്കാൻ പോവുകയാണ് അച്ചായൻ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെതറി അങ്ങോട്ട് ഇട്ടു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. ഈ പരുവത്തിൽ മതി. അധികം വെള്ളം പോലെ വേണ്ട. ഈ കട്ടിയിൽ മതി കുഴച്ചെടുക്കുന്നത്. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ ലൈറ്റ് ആക്കുക. ഇപ്പം അച്ചായൻ പറഞ്ഞ് ഇപ്പം കറക്റ്റ് പാകം അയച്ചാൽ എല്ലാ വർഷത്തേക്കോട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കുക. ഒക്കെ കൈകൊണ്ട് എടുക്കുമ്പം ഇങ്ങനെ പോരണം അല്ലേ? കൈകൊണ്ടൊന്ന് എടുത്ത് കാണിച്ച്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അപ്പച്ചമ്പി വെച്ച് കുരിശപ്പം വെച്ച് നമുക്ക് കുരിശപ്പം ഉണ്ടാക്കാം. ഓക്കെ, കുരിശപ്പം വേവിച്ചെടുക്കുന്നതിന് വേണ്ടി അപ്പച്ചമ്പ് വെള്ളം ഒഴിച്ച് തട്ട് വെച്ച് എടുത്തിരിക്കുകയാണ്. ഇനി ഇവത്തിലോട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കും. കുരിശപ്പം ഉണ്ടാക്കുന്നതിന് പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ് വെച്ചു. ഇനി സ്റ്റീൽ പ്ലേറ്റിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് മൊത്തം ഒഴിച്ചു. എന്നിട്ടത് നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക. കാരണം കുരിശപ്പം പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടി, എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എണ്ണ തൂക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ തൂത്താൽ മതി. വെളിച്ചെണ്ണ തൂക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് അച്ഛൻ പറഞ്ഞത്. നന്നായിട്ട് തൂത്ത് കൊടുക്കുക. സ്വല്പം കൂടെ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് പ്ലേറ്റിൽ പെട്ടെന്ന് കുരിശപ്പം വിട്ടു പോരുന്നതിന് വേണ്ടിയാണ്, എടുക്കാൻ നേരത്തെ എളുപ്പത്തിന് വേണ്ടിയാണ്. മതി. നമുക്ക് പയ്യെ കുരി മാവ് പ്ലേറ്റിലോട്ടാക്കാം. വളരെ ഭക്തിയോട് കൂടിയാണ് റെഡിയാക്കുന്നത്. ഈശോയുടെ അന്ത്യത്താഴത്തെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പെസക ആചരിക്കുന്നത്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണ് പെസക അപ്പം, കുരിശപ്പം. വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് പെസക അപ്പം മുറിക്കുന്നത്. പെസക പാലും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പ് ചെയ്തുമാണ്, ആ പ്ലേറ്റിൽ വെച്ചുകൊണ്ട് നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് അച്ചാൻ എടുക്കുവാണ്. മിച്ചമുള്ള മാവ് വാഴയിലക്കകത്ത് പൊതിഞ്ഞാണ് ബാക്കി മാവ് ചുട്ടെടുക്കുന്നത്. മെയിനായിട്ട് കുരിശപ്പം ആണ് ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി കുരുത്തോല കൊണ്ട് കുരിശാകൃതിയിൽ ഉണ്ടാക്കി ഇതിന് മുകളിൽ വെക്കും. ഞാൻ ഇതിന് മുകളിൽ ഓശാന ഞായറാഴ്ചയ്ക്ക് കിട്ടിയ കുരുത്തോല കുരിശാകൃതിയിൽ ഉണ്ടാക്കി അപ്പത്തിൻ്റെ നടുവിൽ വെച്ചു. ഇനി നമുക്ക് അപ്പച്ചമ്പ് അടച്ച് 1/2 മണിക്കൂർ നന്നായിട്ട് ആവി കയറിയ ശേഷം കുരിശപ്പം റെഡിയായിട്ട് കിട്ടും. അപ്പം അപ്പച്ചമ്പ് അടയ്ക്കാൻ പോവാണ്. ഇനി സ്റ്റൗവേ വെച്ച് നന്നായിട്ട് 1/2 മണിക്കൂർ ആവി കയറിയ ശേഷം നമ്മുടെ കുരിശപ്പം റെഡിയാവും, പെസകാപ്പം റെഡിയാവും. അപ്പം നിങ്ങളെ കാണിക്കാം. നമുക്ക് മൂടി വെച്ച് അച്ചാ അടുപ്പിൽ വെക്കാം. അച്ഛാ മൂടി വെച്ചു. അപ്പച്ചമ്പ് നന്നായി ചൂടായി വരുന്നു. ഇനി 1/2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കുരിശപ്പം അതോ പെസകാപ്പം റെഡിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി പെസകാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി പോകാം. പെസകാപ്പാൽ നമുക്ക് തയ്യാറാക്കാം. പെസകാപ്പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 തേങ്ങ ചിരവി പാല് പിഴിഞ്ഞ് ആദ്യ പാല് 1/2 ലിറ്ററും രണ്ടാം പാല് 1.5 ലിറ്ററും എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ചെറുജീരകം പൊടിച്ചത്
വറുത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്ന ജീരകം. ഇത് 1 ടേബിൾ സ്പൂൺ. ഒരു കഷ്ണം ചുക്ക് വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത്. 5 ഏലക്ക പൊടിച്ചെടുത്തിരിക്കുന്നത്. 1/2 കിലോ ശർക്കര ഉരുക്കി എടുത്തിരിക്കുന്നത്. 1 നുള്ളു ഉപ്പ്. ഇത്രയാണ് നമ്മുടെ പെസക പാൽ തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് രണ്ടാം പാൽ 1.5 ലിറ്റർ പെസക ഉണ്ടാക്കാൻ വേണ്ടി പെസക കലത്തിലോട്ട്, പുതിയ കലമാണ്, അച്ചായനാണ് തയ്യാറാക്കുന്നത്. രണ്ടാം പാൽ 1.5 ലിറ്റർ പെസക പാലുണ്ടാക്കാൻ കലത്തിലോട്ട് ഒഴിച്ചു. ഇനി ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ശർക്കര ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കരടൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചാണ് ശർക്കര ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കരടൊന്നും ഇല്ലാതെ നന്നായിട്ട് വേണം 1/2 കിലോ ശർക്കര തിളപ്പിച്ച് ഊറ്റി ഒഴിക്കുന്നത്. അരിപ്പയിൽ അരിച്ച് വേണം ഒഴിക്കാൻ. ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഉരുക്കി ഒഴിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് കലം അടുപ്പയിൽ വെച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്കെന്നാൽ അച്ഛാ പാല് കലം നമുക്ക് അടുപ്പ വെച്ചാലോ? ഇപ്പോൾ 1/2 മണിക്കൂറായി. അപ്പം നമ്മുടെ കുരിശപ്പം നന്നായിട്ട് വെന്ത് കാണും. നമുക്ക് അപ്പച്ചെപ്പ് ഒന്ന് തുറന്ന് നോക്കാം. അച്ഛാ, അപ്പത്തെ ചെമ്പ് ഒന്ന് തുറന്നേ. ആഹാ, നന്നായിട്ട് കുരിശപ്പം വെന്തിട്ടുണ്ട്. ഒന്ന് സൈഡിലൊന്ന് കുത്തി നോക്കി വെച്ചാൽ നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടല്ലേ? ഉണ്ടോ? അതെ, 1/2 മണിക്കൂർ കൊണ്ട് അച്ചായൻ പറഞ്ഞ് ഇനി ഒരു സ്വല്പ നേരം കൂടെ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ നമുക്ക് സ്വല്പ നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചേര്. ഇപ്പം നമുക്ക് തുറന്ന് പെസക അപ്പം റെഡി ആയിട്ടുണ്ട്. വേവ് കറക്റ്റായി. ഇനി നമുക്ക് പെസക അപ്പച്ചെമ്പ് വാങ്ങി ആറിക്കാൻ വെക്കാം. കണ്ടോ, നല്ലതായിട്ട് കുരിശപ്പം പെസക അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആറിച്ച് എടുക്കാം. പെസക പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടി കലമെടുത്ത് അടുപ്പിൽ വെച്ച് കലം ചൂടായി വരുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ടാം പാലും ശർക്കര ഉരുക്കിയതുമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. രണ്ടാം പാലും ശർക്കര ഉരുക്കി ഒഴിച്ചതുമാണ്. ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടി പിടിക്കാതെ ഇളക്കി വേണം നമ്മുടെ പെസകപ്പാൽ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി രണ്ടാം പാലും ശർക്കര ഉരുക്കി ഒഴിച്ചതും കൂടെയാണ്. അത് നന്നായിട്ട് ഇളക്കി പെസകപ്പാൽ തിളപ്പിച്ചെടുക്കണം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാലിനകത്തോട്ട് ഇച്ചിരി അരിപ്പൊടി ചേർത്ത് നമുക്ക് കലക്കി ഒഴിക്കാം. കുറച്ച് ഒന്നാം പാലെടുത്ത് അതിനകത്തോട്ട് അരിപ്പൊടി ഇടുവാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കും. ഇളക്കിയെടുക്കും. നന്നായിട്ട് അരിപ്പൊടി മിക്സ് ചെയ്ത് എടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇതെപ്പോഴാണ് പാലിനകത്ത് ചേർക്കുന്നത്? സ്വല്പം ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒട്ടും കട്ട വരരുത്. അരിപ്പൊടി നന്നായിട്ട് ഈ ഒന്നാം പാലിനകത്ത് നന്നായിട്ട് സ്പൂണിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്നാം പാലിനകത്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടണം. നന്നായിട്ട് ലയിച്ച് ചേരണം ഒന്നാം പാലിനകത്ത് അരിപ്പൊടി. നന്നായിട്ട്, അതേ ചെറിയ കട്ടയുണ്ട്, നന്നായിട്ട് ആ കട്ടയൊക്കെ പോകുന്നോടം വരെ നന്നായിട്ട് ഇളക്കി
അലിയിച്ച് ചേർക്കുക. എന്നിട്ട് വേണം നമ്മൾ പാലിനകത്ത് ഒഴിക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. പാല് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി രണ്ടാം പാലും ശർക്കരയും ഇവിടെ നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമ്മൾ അരിപ്പൊടി ഒന്നാം പാലിനകത്ത് കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്ക് തിളച്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് അരിപ്പൊടി കലക്കിയത് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ബൗളിനകത്ത് അരിപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് ഒന്നാം പാൽ ഒഴിച്ചാണ് നമ്മൾ കലക്കിയെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പരിശുദ്ധിയോടുകൂടിയാണ് ഇതുണ്ടാക്കുന്നത്. വളരെ വൃത്തിയായിട്ട് വേണം നമ്മൾ പെസഹാപ്പാൽ തയ്യാറാക്കാൻ. പുതിയ കലം തന്നെ മേടിക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്തേ. അതിൽ വെച്ചാൽ അച്ഛൻ ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ തിളച്ചോട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിപ്പൊടി കലക്കിയ തേങ്ങാപ്പാലിനകത്ത് കലക്കി ഇത് ഇട്ട് കൊടുക്കാം. ഒന്നാം പാലിനകത്താണ് അരിപ്പൊടി കലക്കിയിരിക്കുന്നത്. ഒന്നാം പാലിനകത്ത് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ? അരിപ്പൊടി മിക്സ് ചെയ്ത് ഇനി നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കട്ട പിടിക്കാതെ തെരുതെരെ ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിനകത്ത് തന്നെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇനി ആ പൊടി അടി പിടിക്കാൻ സമ്മതിക്കരുത്. പൊടി കട്ടിയാകാൻ സമ്മതിക്കരുത്. പൊടി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ പൊടി കട്ടിയാകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മടിയും വിചാരിക്കരുത്. പൊടി അടി പിടിക്കാതെ പൊടി കട്ടയാകാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അരിപ്പൊടി കലക്കി ഒഴിച്ച ശേഷവും നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി കലക്കി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ 6 ലിറ്റർ ഉണ്ട്. ഒഴിച്ചു കൊടുത്തു. ഒന്നാം പാൽ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാത്ത നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുരുത്തോല കുരിശാകൃതിയിലാക്കി ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോല ഇടാം. കുരുത്തോല എടുത്ത് പ്രാർത്ഥിച്ച് അച്ഛനാണ് ഇടുന്നത്. പ്രാർത്ഥിച്ച് ഭക്തിപൂർവ്വം കുരിശാകൃതിയിൽ അച്ഛൻ ഇടുവാണ്. ഇട്ടോ. അത് നമ്മുടെ പാലിനകത്ത് കുരിശാകൃതിയിലിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭക്തിപൂർവ്വമാണ് ഇത് ചെയ്യുന്നത്. അച്ഛൻ ഭക്തിപൂർവ്വം തന്നെയാണ് കുരുത്തോല കുരിശാകൃതിയിൽ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വെഞ്ചരിച്ച കുരുത്തോലയാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച ശേഷം ചെറുതായിട്ട് ഒന്ന് തിളച്ച ശേഷമാണ് ചെറുതായിട്ടൊന്ന് തെളിക്കണം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് തിളക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചുക്കും ഏലക്കായും ജീരകവും പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 5 ഏലക്ക പൊടിച്ചത് ഇട്ടോ. അടുത്ത ചുക്ക്, 1 കഷ്ണം ചുക്ക് വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് പാലിൻ്റെ അവസാനമായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പെസഹ പാൽ റെഡിയായി വരുന്നു. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പെസഹ പാലിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പിടുക. അതായത് ഒരു നുള്ളു ഉപ്പ് ഇടാവുള്ളൂ. ഒരു നുള്ളു ഉപ്പിടും കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഇളക്കുക.
നന്നായി ഇളക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നുള്ളു ഉപ്പേ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കുക, അടി പിടിക്കാതെ, പൊടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെസകാപ്പാൽ ചെറുതായിട്ട് തിളച്ച്, ഒന്നാം പാൽ ചെറുതായിട്ട് തിളച്ച് ഇപ്പോൾ പെസകാപ്പാൽ റെഡി ആയതാണ്. റെഡി ആയച്ചാ റെഡി. അതിൻ്റെ പരമ്പരാഗതമായ അച്ചായ സ്റ്റൈലിൽ റെഡിയായി. ഒന്നും കൂടെ ലേശം കൂടെ ഒന്ന് ഇളക്കി വെച്ചാൽ, ലേശം കൂടെ ഒന്ന് ഇളക്കി, നന്നായിട്ടൊന്ന് ഇളക്കിക്ക്. അപ്പോൾ നമ്മുടെ പെസകാപ്പാൽ റെഡിയായി. ഇനി നമുക്ക് ആറിച്ച് നമുക്ക് മേശയിൽ ടേബിളിലോ വെച്ച് സെറ്റ് ചെയ്ത് കാണിക്കാം. പെസക കുരിശപ്പവും പെസകാപ്പാലും നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് രണ്ടും കൂടെ ഒരുക്കിയെടുക്കാം. പെസകാപ്പവും പെസകാപ്പാലും ആറിച്ച് എടുക്കാം. പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ഭക്ഷിക്കുന്നത്. ഇതാണ് പെസകായ്ക്ക് വേണ്ടി ഒരുക്കിയ കുരിശപ്പം. നമ്മുടെ കുരിശപ്പം നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇതാണ് അച്ചായൻ പ്രാർത്ഥനയ്ക്ക് ശേഷം മുറിക്കുന്നത് പെസഹ അപ്പം. പ്രാർത്ഥിച്ച ശേഷം പെസഹ അപ്പം വീട്ടിലെ മൂത്ത കാർന്നോര് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. പെസഹ അപ്പം മുറിച്ച് അത് പെസഹ പാലിൽ മുക്കിയാണ് കഴിക്കേണ്ടത്. ഉടുപ്പില്ലാത്ത അപ്പമാണ് ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് പെസഹ അപ്പം. ഇത് കണ്ടോ, കുരുത്തോല കുരിശാകൃതിയിൽ വെച്ചിരിക്കുന്നു. ഇത് ഓശാന ഞായറാഴ്ചയ്ക്ക് കിട്ടിയ കുരുത്തോലയാണ്. അതുപോലെ തന്നെ പെസഹ പാൽ ഇതാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. ഒരു കഷ്ണം അപ്പവും ഒരു ഗ്ലാസ് പാലും ആണ് പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായൻ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ ഈ കുരുത്തോല ഇട്ട് തന്നെയാണ് നമ്മൾ ഈ പാൽ ഉണ്ടാക്കിയത്. ആ കുരുത്തോല അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായൻ കുടുംബത്തിലെ മൂത്ത കാർന്നോര് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതാണ്. ആദ്യം കുരിശപ്പം പെസഹ അപ്പം മുറിച്ച് കൊടുക്കും. ആ കൂടത്തിൽ ഒരു ഗ്ലാസ് പാലും കൂടെ, പെസഹ പാലും കൂടെ കൊടുക്കും. അപ്പം എല്ലാവർക്കും പെസഹയുടെ ആശംസകൾ. നല്ലൊരു പെസഹ, ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പെസഹ ആശംസിക്കുന്നു.